ഇതാണ് രാധേച്ചി. 25 വർഷമാകുന്നു ഇവർ ഈ വെള്ളൂരിലെ വായന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്. ഇവരാണ് ഈ പരിസരങ്ങളിൽ നടന്ന് പുസ്തകങ്ങൾ കൊണ്ടുപോകുന്ന രാധേച്ചി. വെള്ളൂരിലെ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ഹോം ലൈബ്രറിയനായി രാധേച്ചി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 20-ലധികം വർഷങ്ങൾ പിന്നിടുന്നു. ഒരു പ്രദേശത്തിനു വേണ്ടി വലിയൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ് ഇവർ സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചുമലിലൊരു സഞ്ചിയും അതിൽ നിറയെ പുസ്തകങ്ങളുമായി വെള്ളൂരിലെ ഓരോ വീട്ടുപടിക്കലും രാധേച്ചി എത്താറുണ്ട്. 2027 ജനുവരി വന്നാൽ 25 കൊല്ലമായി ഞാൻ ഈ ലൈബ്രറി കൊണ്ട് നടക്കുന്നത്. പയ്യന്നൂർ നഗരസഭ വീട്ടമ്മമാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു ഈ മൊബൈൽ ലൈബ്രറി. ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ദിനേശ് ബീഡ് തൊഴിലാളിയായിരുന്നു. അപ്പോൾ കമ്പനിയിൽ പണി കുറഞ്ഞ സമയത്ത് ഇങ്ങനെയൊരു ഇത് വായനശാലയ്ക്ക് വന്നപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 കുട്ടികളെയും കൊണ്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ഈ മൊബൈൽ ലൈബ്രറിയും കൂടി വലിയ ആശ്വാസമായിരുന്നു. അപ്പോൾ കമ്പനിയിൽ നിന്ന് 6 മണിക്ക് കമ്പനി വിട്ട് വന്നിട്ട് അതിന് ശേഷമായിരുന്നു ഞാൻ പുസ്തകം കൊണ്ട് നടക്കല്. ഒരു 8 മണി വരെ, രാത്രി 8 മണി വരെ ലൈബ്രറി കൊണ്ട് നടന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോകല്. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം പോയത്. പിന്നെ 2010 ഞാൻ കമ്പനി രാജിവെച്ചു. അപ്പോൾ പിന്നെ മുഴുവനായിട്ട് വായനശാലക്ക് തന്നെ ആയി. അങ്ങനെ 25 കൊല്ലവും ഞാൻ ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പുസ്തകം കൊണ്ട് നടക്കുന്നതായിരുന്നു. അപ്പോൾ അന്നത്തെ ചിലവ് മുഴുവൻ നാട്ടുകാരതാണ്. 25 കൊല്ലമായി ഞാൻ നാട്ടിൽ നിന്ന് ഞായറാഴ്ച ദിവസം എല്ലാം ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്നല്ല, എത്ര വീട്ടിൽ നിന്ന് വേണമെങ്കിലും ഉച്ചഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ഈ ലൈബ്രറി കൊണ്ട് പോകുമ്പം പുസ്തകം കൊണ്ട് പോകുമ്പോൾ എനിക്ക് ആദ്യത്തിൽ ഈ പെണ്ണുങ്ങളുടെ വീട്ടമ്മമാരുടെ അടുത്ത് പുസ്തകം കൊണ്ടുപോകുമ്പോൾ അവർ ഏത് പുസ്തകം എടുക്കേണ്ടതില്ല ഇങ്ങനെ ഒരു വല്ലാത്തൊരു ആവേശമായിരുന്നു. ഏത് എഴുത്തുകാരൻ അങ്ങനെ ആവേശം കാണുമ്പോൾ എനിക്കും ഒരു ഭയങ്കര ഒരു കൊണ്ടുപോകാനും ആവേശമാണ്. ഇപ്പോഴും ആൾ പുസ്തകത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന അതാണ് എൻ്റെ ഊർജ്ജം. വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകങ്ങൾ കൈമാറുക മാത്രമല്ല, പഴയതും പുതിയതുമായ തലമുറകളെ വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് ആനയിക്കുക കൂടിയാണ് ഇവർ ചെയ്യുന്നത്. ഒരു സമൂഹത്തെ മാറ്റിമറിക്കാൻ എല്ലായ്പ്പോഴും വലിയ വേദികളോ പ്രസംഗങ്ങളോ വേണ്ട. ഒരു പുസ്തകവും അത് ചുമന്നു നടക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യന് മാത്രം മതി എന്നതിന് തെളിവാണ് രാധേച്ചിയുടെ ജീവിതം. ഇതുപോലെ വീടുകളിൽ ഹോം ലൈബ്രറിയൻ പുസ്തകം എത്തിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം വളരെ മുമ്പേ ഉള്ളതാണ്. പക്ഷേ ഇപ്പോഴെനിക്കത് കുറേ കൂടി ഉപകാരപ്പെട്ടു. മുമ്പൊക്കെ ഒരു പുസ്തകം തന്നിട്ട് മറ്റൊരു പുസ്തകം എടുത്തിട്ട് പോയി വായിച്ചു കഴിഞ്ഞ പുസ്തകം. ഇപ്പോൾ 4-5 പുസ്തകം അവിടെ സൗജന്യം കൊണ്ടായിരിക്കണം ഒന്നിച്ചെടുക്കാനും അതെല്ലാം ഒന്നിച്ച് വായിക്കാനുള്ള ഒരു അവസരം കിട്ടി. പലപ്പോഴും യാതൊരുവിധ അംഗീകാരങ്ങളും തേടിയെത്താതെ നിശബ്ദമായി തുടരുന്ന ഇത്തരം സേവനങ്ങളാണ് നമ്മുടെ നാടിന്റെ യഥാർത്ഥ ശക്തി. വായന മരിക്കാതിരിക്കാനും പുസ്തകങ്ങളോടുള്ള സ്നേഹം പുതിയ തലമുറയിലേക്ക് പകരാനും രാധേച്ചിയെ പോലുള്ളവരുടെ കഠിനാധ്വാനവും സമർപ്പണവും തന്നെയാണ് കാരണം. വായനാവാരത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല നാം ഇവരുടെ സേവനത്തെ ഓർമ്മിക്കേണ്ടത്. എന്നെന്നും വെള്ളൂരുകാരൊപ്പം അവരുടെ ഒരു വായനാ സംസ്കാരത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന രാധേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.